നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. പൂരുട്ടാതി നക്ഷത്രക്കാരുടെ പുതിയ മലയാള വർഷത്തിലെ ഫലങ്ങളാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. കൊല്ലവർഷം 1202 ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഫലങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓഗസ്റ്റ് 17 തീയതി 2026 ഓഗസ്റ്റ് 17 തീയതി മുതലാണ് പുതിയ മലയാള വർഷം ആരംഭിക്കുന്നത്. ഈ പൂരുട്ടാതി നക്ഷത്രം 2 കൂറുകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. ആദ്യ മുക്കാൽ ഭാഗത്ത്, അതായത് 45 നാഴികയ്ക്കകത്ത് ജനിച്ചവർ കുംഭക്കൂറിലും അവസാന 15 നാഴികയ്ക്കകത്ത് ജനിച്ചവർ മീനക്കൂറിലുമാണ് വരുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും, അതായത് കുംഭക്കൂറുകാർക്കും മീനക്കൂറുകാരുമായ പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ തന്നെയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. കാരണം 7.5 ശനിക്കാലം അവർക്ക് തുടരുകയാണ്. അപ്പോൾ വ്യാഴം കുറച്ച് ഭാഗ്യങ്ങൾ കൊടുത്താൽ പോലും 7.5 ശനിയുടെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് അവർക്ക് അത്ര ഗുണകരം എന്ന് പറഞ്ഞുകൂടാ. ആദ്യം നമുക്ക് പൂരുട്ടാതി കുംഭക്കൂറുകാരുടെ ഫലം നോക്കാം. പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്ത് ജനിച്ച കുംഭക്കൂറുകാർക്ക് രാഹു ജന്മരാശിയിലാണ്. അവർക്ക് വ്യാഴം വർഷാദ്യത്തിൽ 6ാം ഭാവത്തിലുമാണ്. പല സമയത്തും ദൈവാധീനക്കുറവ് നേരിടേണ്ടി വന്നേക്കും. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭാഗ്യം കൈപ്പിടിയിലെത്തി എന്ന് തോന്നിയ ശേഷം വഴിമാറിപ്പോകുന്ന അനുഭവമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ധനഭാവത്തിലെ ശനി തടസ്സമൊക്കെ വരുത്താനാണ് സാധ്യതയെങ്കിലും കുംഭക്കൂറിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ശനി അവരുടെ രാശിനാഥനാണ്. അതുകൊണ്ട് വലിയ മാരകമായ ദോഷമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു പ്രത്യേകതയുള്ളത്, അത്യാവശ്യ സമയത്ത് ഉദ്ദേശിച്ച പണം ലഭിക്കാത്തത് വല്ലാത്ത വിഷമങ്ങൾ സൃഷ്ടിച്ചേക്കാം. ആവശ്യം കഴിയുമ്പോൾ ഈ ധനം വരികയും ചെയ്യും. 2026 ജൂലൈ മുതൽ ഡിസംബർ വരെ ശനിക്കൊരു വക്രചലനം വരുന്നുണ്ട്. ഈ സമയത്ത് ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. അലസത തോന്നുന്നതും കാര്യങ്ങൾ മാറ്റിവെക്കാനുള്ള പ്രവണതയും ജീവിത പുരോഗതിക്ക് തടസ്സമായിട്ട് വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട്. ജോലിയിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. വരുമാനത്തിൽ കുറവ് വന്നേക്കാം. 7.5 ശനിക്കാലവും ജന്മക്കൂറിൽ തന്നെ രാഹു സഞ്ചരിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ദേഹത്തിന് ചെറിയ അരിഷ്ടതകളും ഉണ്ടായിക്കൊണ്ടിരിക്കും. വീട് പണി തടസ്സപ്പെടാൻ ഇടയുണ്ട്. വ്യാപാരികൾക്ക് 2026 ഒക്ടോബർ വരെ ധനക്ലേശം ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ ഈ കാലത്ത് ജോലി, പഠനം തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് വിദേശയാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതുമാണ്. തീർത്ഥയാത്രകളും നടത്താൻ സാധിക്കും. ചെറിയ മുതൽ മുടക്കോടെ ഉള്ള സംരംഭങ്ങൾ മാത്രമേ ഈ സമയത്ത് ആരംഭിക്കാൻ പാടുള്ളൂ. ദാമ്പത്യത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. 2026 ഒക്ടോബറിൽ വ്യാഴം ചിങ്ങത്തിലേക്ക് മാറുമ്പോൾ വിഷമതകൾ കുറയും. 7ാം ഭാവത്തിൽ വ്യാഴം അനുകൂല ഭാവത്തിലാണ് വരുന്നത്. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കഴിയും. മാതാപിതാക്കളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയും. പുതിയ തലമുറയുമായിട്ട് കുറച്ച് അകൽച്ചയൊക്കെ ഉണ്ടാകാം, ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ടുള്ള സംസാരത്തിലും കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. തൊഴിൽ തേടുന്നവർക്ക് ഗുണം കൈവരുന്നതാണ്. ഗവേഷണം നടത്തുന്നവർക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കും. ഭൂസ്വത്ത് അനുഭവയോഗ്യമായിട്ട് വരും. വാടക ഇനത്തിൽ ഒരു വരുമാനം ലഭിക്കാനുള്ള യോഗമുണ്ട്. രോഗ ചികിത്സയിലൂടെ തുടർച്ചയായിട്ട് വരുന്ന രോഗങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ആശ്വാസം ഉണ്ടാകും. നിക്ഷേപം, ചിട്ടി, നറുക്കെടുപ്പ് തുടങ്ങിയവയിലൂടെ ധനാഗമം ഉണ്ടാകാം. വലിയ തോതിലല്ലെങ്കിലും ചെറിയ ധനാഗമം പ്രതീക്ഷിക്കാം. മത്സരങ്ങളിൽ വിജയിക്കാൻ ഒരുപാട് പരിശ്രമം ചെയ്യേണ്ടി വരും. കാരണം 7.5 ശനി തുടരുകയാണ്. ദാമ്പത്യത്തിൽ പിണക്കവും ഇണക്കവും ആവർത്തിച്ച് ഉണ്ടാകാം. പിന്നെ ആ ഒരു സമയത്ത് വ്യാഴത്തിൻ്റെ ഒരു ഗുണം കൊണ്ട് സ്വന്തം കഴിവ് ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ കഴിയും. ദീർഘയാത്രകളൊക്കെ ചെയ്യും. വീട്ടുപകരണങ്ങൾ പലതും വാങ്ങാനുള്ള യോഗമുണ്ട്. പിതൃസ്വത്ത് നിയമപരമായിട്ട് ലഭിക്കാനുള്ള യോഗം ഉണ്ട്. സന്താന ഗുണത്തിനും സാധ്യതയുണ്ട് 7ൽ വ്യാഴം വരുന്ന സമയത്ത്. 2026 ഡിസംബറിൽ രാഹു കുംഭക്കൂറിലെ പൂരുട്ടാതിക്കാരുടെ 12ാം ഭാവത്തിലേക്ക് രാശി മാറും. കേതു 6ാം ഭാവത്തിലേക്കും എത്തും. രാഹു കേതുക്കളുടെ രാശിമാറ്റ സമയം ആരോഗ്യകാര്യത്തിലും വാഹന ഉപയോഗത്തിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ അമിത ചെലവ് നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 12ാം ഭാവം ചെലവിൻ്റെ ഭാവമാണ്. അപ്പോൾ അവിടെയോട്ട് രാഹു വരുമ്പോഴത്തേക്കും നമ്മൾ അനാവശ്യ ചെലവുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ജോലിയിൽ സ്ഥാനമാറ്റമോ സ്ഥലമാറ്റമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ആത്മീയ കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള യോഗമുണ്ട്. വളരെ കാലമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ചില ക്ഷേത്രങ്ങൾ, പള്ളികളൊക്കെ പോയി കാണാനുള്ള യോഗമുണ്ട്. 6ാം ഭാവത്തിലേക്ക് ഏതു ശത്രുദോഷം കുറയ്ക്കും എന്നൊരു ഗുണഫലം കൂടെ ആ സമയത്ത് വരുന്നുണ്ട്. 2027 ജനുവരിയിൽ വ്യാഴം 6ാം ഭാവത്തിലേക്ക് തിരികെ വരുന്നു. അതായത് ചിങ്ങത്തിൽ നിന്ന് വക്രത്തിൽ വ്യാഴം തിരികെ കർക്കിടകത്തിലേക്ക് വരുന്നു. ഈ ഒരു സമയത്ത് ഉച്ചരാശിയിലേക്കാണ് വ്യാഴം വരുന്നതെങ്കിലും ഈ വ്യാഴം രണ്ടാമത് തിരിച്ച് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ കേതുവിൻ്റെ സ്ഥിതി ഉണ്ട്. വാഹന സംബന്ധമായിട്ട് പണച്ചെലവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതാണ്. പല പ്രധാന പ്രവൃത്തികളും സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കാനുള്ള സമ്മർദ്ദവും ഉണ്ടാകും. വ്യാഴം 6ാം ഭാവത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഭാഗ്യപരീക്ഷണങ്ങളിൽ ധനനഷ്ടം ഉണ്ടായേക്കാം. കർമ്മരംഗത്ത് എതിർപ്പുകളും ഉണ്ടാകാം. പക്ഷേ ഉച്ചരാശി ആയതുകൊണ്ട് മാരകമായ ദോഷങ്ങൾ ഉണ്ടാകുകയില്ല എന്നുള്ള ഒരു ഗുണമുണ്ട്. പക്ഷേ ശനിയുടെ
അനിഷ്ട സ്ഥാന സ്ഥിതി ഉള്ളതുകൊണ്ടും വ്യാഴം അനിഷ്ട സ്ഥാനത്ത് വരുന്നത് കൊണ്ടുമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. തൊഴിൽപരമായിട്ട് അവസരനഷ്ടം സംജാതമാകാം. അതായത് തൊഴിൽ കിട്ടിയെന്ന് വിചാരിച്ച ശേഷം അത് മാറിപ്പോകാം. ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരുമായിട്ട് തർക്കം വന്നേക്കാം. അവരുടെ അപ്രീതിയും ഉണ്ടാകാം. പണമിടപാടുകളിൽ നഷ്ടമുണ്ടായേക്കാം. ബിസിനസ്സിൽ കടുത്ത മത്സരം നേരിടേണ്ട സാഹചര്യങ്ങളും വന്നേക്കും. 2027 ജൂൺ മാസത്തിലാണ് ശനി മേടരാശിയിലേക്ക് മാറുന്നത്. പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്ത് ജനിച്ച കുംഭക്കൂറുകാർക്ക് വളരെ കാലം ഉണ്ടായിരുന്ന ഏഴര ശനി അവസാനിക്കുന്നതാണ്. അതുകൂടാതെ വ്യാഴം വീണ്ടും 7ാം ഭാവമായ ചിങ്ങത്തിലേക്ക് ജൂണിൽ തന്നെ മാറുന്നതും ഗുണം ചെയ്യും. അപ്പോൾ അതായത് ജൂൺ മാസം ആകുമ്പോഴത്തേക്കും, അടുത്ത വർഷം 2027 ജൂൺ മാസം ആകുമ്പോഴത്തേക്കും ഗുണകരമായ മാറ്റം ഉണ്ടാകും. ദാമ്പത്യത്തിലെ ഭിന്നതകൾ ശമിക്കുന്നതാണ്. പൊതുവെ ഉണ്ടായിരുന്ന ക്ഷീണമൊക്കെ മാറിയിട്ട് ആരോഗ്യപുഷ്ടി ഉണ്ടാകും. പക്ഷേ ഈ സമയത്ത് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് പല രീതിയിലുള്ള അരിഷ്ടതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷം വർദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിജയത്തിന് സാധ്യതയുണ്ട്. മാനസികമായിട്ട് നിലനിന്നിരുന്ന സംഘർഷം നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ യോഗമുണ്ട്. സഹോദരങ്ങൾക്കായിട്ട് പണച്ചിലവ് ഉണ്ടാകുന്ന സമയവുമാണ്. ഇനി പൂരുട്ടാതി അവസാന 15 നാഴികയ്ക്കുള്ളിൽ ജനിച്ച മീനക്കൂറുകാരുടെ ഫലം നമുക്ക് നോക്കാം. അവർക്കും ജന്മശനിയുടെ കാലമാണ് എന്നോർക്കുക. ഏഴരശനി തന്നെ ജന്മശനിയാണ്, ജന്മക്കൂറിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ്. എങ്കിലും അവർക്ക് 5ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്, അതും ഉച്ചരാശിയിലാണ്. അത് വളരെ ആശ്വാസകരമാണ് ആ സമയത്ത്. അതായത് ജന്മശനിയുടെ ദോഷം കുറയ്ക്കുന്നതാണ് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയിലെ സ്ഥിതി 5ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ. മാത്രമല്ല ഈ ശനി നിൽക്കുന്ന മീനരാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട്. രാഹു 12ാം ഭാവത്തിലാണ് വർഷാദ്യം നിൽക്കുന്നത്. കേതു 6ലുമാണ്. ഈ ഒരു സമയത്ത് വ്യവഹാര വിജയമുണ്ടാകും. കേസിലും വ്യവഹാരങ്ങളിലൊക്കെ വിജയം ഉണ്ടാകും. വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ഉത്തമ സന്താന യോഗവും ഉണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും. ഔദ്യോഗികമായ കുറേ യാത്രകൾ വേണ്ടി വന്നേക്കും. മത്സര പരീക്ഷകൾ, ഇൻ്റർവ്യൂ എന്നിവയിൽ വിജയിക്കാനുള്ള യോഗം ഉണ്ട്. അതുപോലെ തന്നെ നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല പ്രാർത്ഥനയോടെ വേണം ജോലിക്ക് ശ്രമിക്കാനായിട്ട്. പല സാഹചര്യത്തിലും അപ്രതീക്ഷിതമായിട്ട് അന്യരുടെ സഹായം ലഭിക്കുന്നതാണ്. ബിസിനസ് നടത്തുന്നവർക്ക് വിജയമുണ്ടാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല ബന്ധങ്ങൾ ലഭിക്കാൻ യോഗമുണ്ട്. വീട് നിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. പൊതുവെ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ സാമാന്യമായ വിജയം ഉണ്ടാകും. വളരെ സൂപ്പറായിട്ടുള്ളൊരു അനുഭവം നമുക്ക് പറഞ്ഞുകൂടാ. കാരണം വ്യാഴ ഉച്ചത്തിൽ നിൽക്കുന്നതിൻ്റെ ഗുണമുള്ളപ്പോൾ തന്നെ ശനിയുടെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. ജന്മശനി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അവസ്ഥയാണല്ലോ. അപ്പോൾ അതിൻ്റേതായ ചില പ്രയാസങ്ങളും ഉണ്ടാകാം. പൊതുപ്രവർത്തനങ്ങളിൽ അംഗീകാരമൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ മേലുദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കാൻ യോഗമുണ്ട്. പൈതൃക സ്വത്ത് നിയമപരമായിട്ട് കൈവശം വരുന്നതാണ്. പക്ഷേ 12ലെ രാഹുസ്ഥിതി കൊണ്ട് അമിത ചെലവുകൾ ഉണ്ടാകാൻ ഈ സമയത്ത് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിലെ പ്രായമായ ആളുകളുടെ ചികിത്സ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. 6ാം ഭാവത്തിലെ കേതു ശത്രുദോഷം കുറയ്ക്കുന്നതിന് വളരെ നല്ലതാണ്. 2026 ഒക്ടോബറിൽ വ്യാഴം ഈ മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി നക്ഷത്രക്കാരുടെ 6ാം ഭാവത്തിലേക്ക് മാറുന്നത് കുറച്ച് വിഷമതകൾ സൃഷ്ടിക്കും. ജോലിയിലുണ്ടാകുന്ന പ്രതികൂലതയാണ് ആദ്യം അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ വാഹനത്തിന് അറ്റകുറ്റപ്പണി വേണ്ടി വന്നേക്കാം. ജോലിയിലും കുടുംബജീവിതത്തിലും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതാണ്. അതുപോലെ സമ്മർദ്ദവും കൂടും. ജോലികൾ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കാനായിട്ട് സമ്മർദ്ദം ഉണ്ടാകും. കരാറുകാർക്ക് സമയം പാലിക്കാൻ കഴിയാതെ വരുന്നത് അവർക്കും പ്രയാസം ഉണ്ടാക്കിയേക്കാം. ഭാഗ്യപരീക്ഷണങ്ങളിൽ ധനനഷ്ടം വന്നേക്കാം. സഹപ്രവർത്തകരിൽ നിന്ന് നിസ്സഹകരണവും ഉണ്ടായേക്കാം. ജോലി നമ്മുടെ കൈവശം ലഭിക്കാനായിട്ട് കാലതാമസം വരാനും സാധ്യതയുണ്ട്. അഡ്വൈസൊക്കെ കിട്ടിയാലും ആ ജോലിക്കുള്ള ഓർഡർ വരാനായിട്ട്, പോസ്റ്റിംഗ് ഓർഡറൊക്കെ വരാനായിട്ട് താമസം ഉണ്ടായേക്കാം. ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരുടെ അപ്രീതി ഉണ്ടാകുന്നതുകൊണ്ട് സ്ഥലം മാറ്റം ഉണ്ടാകാനും സാധ്യതയുണ്ട്. വലിയ പ്രതികൂലതയല്ലെങ്കിലും കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം. പണമിടപാടുകളിൽ നഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ്സിൽ മത്സരം നേരിടേണ്ട സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. 2026 ഡിസംബറിൽ രാഹു കേതു മാറ്റം വരുന്നതുകൊണ്ട് ആ സമയത്ത് ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നതാണ്. രാഹു മീനക്കൂറിൽപ്പെടുന്ന പൂരുട്ടാതി അവസാന പാദത്തിൽ ജനിച്ച ആളുകൾക്ക് 11ാം ഭാവത്തിലേക്കാണ് വരുന്നത്. കേതു 5ാം ഭാവത്തിലേക്കും എത്തുന്നു. രാഹു 11ലേക്ക് വരുന്നത് ആ സമയത്ത് വളരെ ഗുണകരമായിട്ട് അനുഭവപ്പെടും. പ്രത്യേകിച്ച് വ്യാഴം 2027 ജനുവരിയിൽ തിരികെ 5ാം ഭാവത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ രാഹുവിൻ്റെ ഗുണവും കൂടെ വരുന്നതുകൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധി, ആഗ്രഹ സാഫല്യം എന്നിവ ഉണ്ടാകും. സ്വന്തം പരിശ്രമത്തിൽ കൂടെയും കഠിനാധ്വാനത്തിൽ കൂടെയും പണം സമ്പാദിക്കാൻ ഈ കാലയളവിൽ സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാഹു 11ൽ വരുന്നത് ഗുണകരമാണ്, വ്യാഴം 5ൽ വരുന്നത് ഗുണകരമാണ്. പക്ഷേ ജന്മശനി അപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യവും ഒരു ശ്രദ്ധയോടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പൂർണ്ണമായിട്ടും നമുക്ക് ഗ്രഹനില ഗുണകരം എന്ന് പറഞ്ഞുകൂടാ.
ബിസിനസ്സിലും തൊഴിലിലും പെട്ടെന്നുള്ള ലാഭമുണ്ടാകാം, പുരോഗതി ഉണ്ടാകാം, സമൂഹത്തിലെ ഉന്നതരുമായിട്ട് സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ കഴിയും. ഈ ബന്ധങ്ങൾ കരിയറിലും ബിസിനസ്സിലും ഒക്കെ പിന്നീട് ഉപകാരപ്പെടുകയും ചെയ്യും. പക്ഷേ ഈ രാഹു 11-ൽ വരുന്ന സമയത്ത് നമുക്ക് പല ചിന്തകളും ഉണ്ടാകും. അതായത് അനാവശ്യമായ കുറേ ചിന്തകൾ, നമ്മുടെ വഴിവിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടാകും. കാരണം അത്യാവശ്യം പണമൊക്കെ നമ്മുടെ കൈ വരുന്ന ഒരു സമയമാണ്. പക്ഷേ ധാർമ്മികത കൈവിടാതെ നോക്കേണ്ടതാണ്. 5-ലെ കേതു സന്താനങ്ങൾക്ക് പഠന വിഷമമോ ആരോഗ്യ പ്രശ്നമോ ഒക്കെ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. പല കാര്യത്തിലും അനാവശ്യമായ ആശങ്കയും ഈ സമയത്തുണ്ടാകും. കണ്ടകശനി കൂടെ തുടരുന്നതുകൊണ്ട് വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കണം. 2027 ജൂണിൽ ശനി 2-ാം ഭാവമായ മേട രാശിയിലേക്ക് മാറുന്നത് അല്പം പ്രയാസകരമാണ്. ധനഭാവമാണ് മേടരാശി, മാത്രമല്ല ശനിയുടെ നീചരാശിയുമാണ്. ഇതേ സമയത്ത് തന്നെ വ്യാഴം അവരുടെ 6-ാം ഭാവമായ ചിങ്ങരാശിയിലേക്ക് മാറുന്നു. ഈ ഒരു സമയത്ത് അശ്രദ്ധ മൂലം വീഴ്ച, പരിക്ക് എന്നിവയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. രോഗങ്ങൾക്കുള്ള ചികിത്സ മുടക്കരുത്. സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ്. ഇതാണ് പൂരുട്ടാതിക്കാരുടെ പൊതുവായിട്ടുള്ള ഫലം. ആദ്യം പറഞ്ഞത് കുംഭക്കൂറിൽ വരുന്ന ആദ്യ 1/4 ഭാഗത്ത് ജനിച്ചവരുടെയും, പിന്നീട് പറഞ്ഞത് മീനക്കൂറിൽ വരുന്ന പൂരുട്ടാതി അവസാന ഭാഗത്തിൽ ജനിച്ചവരുടെയും ഫലങ്ങളാണ്. അപ്പോൾ പൂരുട്ടാതിക്കാർ ചെയ്യേണ്ട വഴിപാടുകളെ പറ്റി കൂടെ നോക്കാം. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് പാൽപ്പായസം, തുളസിമാല എന്നിവ സമർപ്പിക്കുന്നത് പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ ഉത്തമമാണ്. ശ്രീകൃഷ്ണ ഭഗവാന് തൃക്കൈവെണ്ണ സമർപ്പിക്കുക. ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദിക്കുന്നത് പൂരുട്ടാതി നക്ഷത്രക്കാരുടെ ദോഷപരിഹാരത്തിന് വളരെ വിശേഷപ്പെട്ട ഒരു പരിഹാരമാണ്. അതോടൊപ്പം തന്നെ ശിവന് കൂവളമാലയും സമർപ്പിക്കുക. അപ്പം രോഗസാധ്യതകളൊക്കെ കുറയും. പനിനീർ അഭിഷേകം ചെയ്യുന്നതും നല്ലതാണ്. ഉറക്കക്കുറവോ മാനസിക സംഘർഷമോ വരുന്ന സമയത്ത് ശിവന് ധാര വഴിപാട് നടത്തുക. കുടുംബ ഐശ്വര്യത്തിനായിട്ട് മഹാദേവന് പിൻവിളക്ക് തെളിക്കുക. ദേവിക്ക് അർച്ചന നടത്തുക. പിന്നെ മറ്റ് മതക്കാർക്ക് ചെയ്യാവുന്ന ഒരു പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ശസ്ത്രക്രിയയൊക്കെ നേരിടുന്ന പാവപ്പെട്ട രോഗികൾക്ക്, അതായത് സർജറിയൊക്കെ വേണ്ടി വരികയും അതിന് വേണ്ടിയിട്ട് തുകയൊക്കെ വലിയ എമൗണ്ടൊക്കെ ആവശ്യമായിട്ട് വരുന്ന ആളുകൾക്ക് ചെറിയൊരു ധനസഹായം ചെയ്യുക. അങ്ങനെ പലരും ചെയ്യുന്ന സഹായത്തിലൂടെ അവർക്ക് ആ സർജറിയൊക്കെ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സഹായം ചെയ്താൽ പല ദോഷങ്ങളും വഴിമാറിപ്പോകുന്നതാണ്. പിന്നെ അവരുടെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനകളും അന്നദാനം പോലുള്ള അല്ലെ ഊട്ടുനേർച്ച പോലുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. പിന്നെ മതപരമായ ചടങ്ങുകൾ ചെയ്യുക. ഇത്രയുമാണ് പൂരുട്ടാതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ചാനലിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയുടെ താഴെയുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചാനലിൽ മെമ്പറായിട്ട് ചേരാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ജീവിതത്തിൽ ഉയർച്ചയും ദൈവാനുഗ്രഹവും എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.